ബാറ്ററുടെ അരയ്ക്ക് മുകളിലൂടെ ഒരു ഫുൾ ടോസ് ബോൾ വന്ന് ബാറ്റർ ബൗൾഡ് ആവുകയാണ് ഇവിടെ. ഇത് നോ ബോൾ ആണോ ഔട്ട് ആണോ എന്ന് കുറെ പേർ വീഡിയോ അയച്ചിട്ട് ചോദിച്ചിരുന്നു. ഈ വീഡിയോ നോക്കിയപ്പോൾ അതിൽ ഭൂരിഭാഗം പേരും ഇത് നോ ബോൾ ആണെന്നാണ് കമന്റ് ഇട്ടിരിക്കുന്നത്. അത് ശരിയാണ്, അത് നോ ബോൾ തന്നെയാണ്. ഇത്തരം ബോളുകൾ ഇവിടെ മുൻപും വിശദീകരിച്ചിട്ടുണ്ട്. ഒന്നുകൂടെ പറയാൻ കാരണം അതിനെക്കുറിച്ച് ചിലർക്ക് കൺഫ്യൂഷൻ ഇനിയും നിലനിൽക്കുന്നു എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ്. നിയമം ഇതാണ്: എനി ഡെലിവറി വിച്ച് passes or would have passed without pitching above waist height of the striker standing upright at the popping crease is unfair. Whenever such a delivery is bowled, the umpire shall call and signal no ball. പിച്ചിൽ നിവർന്നു നിൽക്കുന്ന ബാറ്ററുടെ അരയുടെ ഹൈറ്റിന് മുകളിൽ പിച്ച് ചെയ്യാതെ വരുന്ന ബോളുകൾ നോ ബോൾ ആണ് എന്നാണ് നിയമം. ചിലർ കമന്റിൽ പറഞ്ഞിരിക്കുന്നത് ബാറ്റർ ക്രീസിലാണ്, ബാറ്ററുടെ പൊസിഷനാണ് നോക്കുക എന്നൊക്കെയാണ്. എന്നാൽ അവിടെ അപ്പോൾ ആ ബാറ്റർ ക്രീസിലുണ്ടോ, അയാളുടെ പൊസിഷൻ, ഇതൊന്നും കാര്യമല്ല. എബോവ് വേസ്റ്റ് ഹൈറ്റ് ഓഫ് ദ സ്ട്രൈക്കർ സ്റ്റാൻഡിംഗ് അപ്രൈറ്റ് അറ്റ് ദ പോപ്പിംഗ് ക്രീസ് എന്നതുകൊണ്ട് നിയമം ഉദ്ദേശിക്കുന്നത് ക്രീസിൽ നിവർന്നു നിൽക്കുന്ന ബാറ്ററുടെ ഉയരം എത്രയാണോ ആ ഉയരത്തിന് മുകളിലൂടെയാണോ ബോൾ ക്രീസിലെത്തുമ്പോൾ എന്നത് മാത്രമാണ്. അയാളോടെ ബാറ്റ് ചെയ്യാൻ എത്തി നിവർന്നു നിൽക്കുമ്പോൾ തന്നെ ആ ഹൈറ്റ് അവിടെ രേഖപ്പെടുത്തി കഴിഞ്ഞു. ബോൾ ക്രീസിലെത്തുമ്പോൾ അല്ലെങ്കിൽ എത്തുമായിരുന്നെങ്കിൽ ആ ഹൈറ്റിന് മുകളിലാണോ ബോൾ എത്തുക എന്നത് മാത്രമാണ് നോക്കുന്നത്. നമുക്കതിനെ ഇന്റർസെപ്റ്റിംഗ് പോയിന്റ് എന്ന് വിളിക്കാം. പോപ്പിംഗ് ക്രീസും അരയുടെ പൊക്കവും തമ്മിൽ കൂട്ടിമുട്ടുന്ന ആ പോയിന്റ്. ആ പോയിന്റിന് മുകളിലൂടെയാണോ ബോൾ പോകുന്നത് എന്നാണ് അമ്പയർ നോക്കേണ്ടത്. ബാറ്റർ അപ്പോൾ ക്രീസിലുണ്ടോ എന്നത് യാതൊരു പ്രസക്തിയും ഇല്ലാത്ത കാര്യമാണ്. ചിലപ്പോൾ അയാൾ ആ ക്രീസിൽ നിന്ന് തന്നെയാവും കളിക്കുന്നത്, ചിലപ്പോൾ അയാൾ ആ ക്രീസിന് പുറത്താവാം, ചിലപ്പോൾ അയാൾ ക്രീസിൽ കുനിഞ്ഞു നിൽക്കുകയാവാം. ഇനി ചിലപ്പോൾ ബോൾ വരുന്ന സമയത്ത് അയാൾ ഉയർന്നു ചാടി അയാളുടെ ചാട്ടം കാരണം അയാളുടെ മുട്ടിൻ്റെ ഉയരത്തിലായിരിക്കാം. അതിനൊന്നും യാതൊരു പ്രാധാന്യവുമില്ല. അപ്പോഴെല്ലാം അത് നോ ബോൾ തന്നെയാണ്. അവിടെ നോക്കുന്നത് നേരത്തെ അളന്നു വെച്ചിരിക്കുന്ന അരയുടെ പൊക്കത്തിന് മുകളിലൂടെയാണോ പോപ്പിംഗ് ക്രീസിൽ ബോൾ പോകുന്നത് അല്ലെങ്കിൽ പോവുമായിരുന്നത് എന്നത് മാത്രമാണ്. അതുകൊണ്ട് ഈ വീഡിയോയിലെ ഈ ബൗൾഡ് ഒരു നോ ബോൾ ആണ്. അതുകൊണ്ട് അത് ഔട്ടല്ല. അപ്പോൾ അയാൾ ക്രീസിൽ ഇല്ലെങ്കിലും ഇത് നോ ബോൾ ആണ്.